ഭാഗമായി ഇപ്പോൾ നമുക്ക് ഈ തുറമുഖത്തിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേര് കൂടിയുണ്ട്. ഈ വലിയ സംഘർഷങ്ങൾ, വലിയ പ്രതിഷേധങ്ങൾ, വലിയ പ്രതിസന്ധികൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് ഉണ്ടാകുമ്പോൾ സംസ്ഥാന തുറമുഖ വകുപ്പിനെ നയിച്ച അഹമ്മദ് ദേവർകോവിൽ അദ്ദേഹം ഇവിടെ ഇന്ന് വിശിഷ്ടാതിഥികളുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, എത്രത്തോളം ചാരുത നിറഞ്ഞ മുഹൂർത്തമാണിത്, എത്രത്തോളം അഭിമാനമുള്ള മുഹൂർത്തമാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയേറുന്ന ഒരു പ്രൊജക്ടാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് എന്ന് നമുക്കറിയാം. ലോകത്തെ മറ്റ് ഇതര പോർട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി അന്താരാഷ്ട്ര കപ്പൽ ചാനലിൽ നിന്നും ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ കരലഭിക്കുകയും 20 മീറ്റർ ആഴത്തിൽ സ്വാഭാവിക ആഴം ഉണ്ട് എന്ന നേട്ടം കൂടിയുള്ള ഒരു പോർട്ട് എന്ന നിലക്ക് തന്നെ ഇത് ഏറെ ശ്രദ്ധിക്കപ്പെടും എന്ന് വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയവരാണ് നമ്മളൊക്കെയും. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി തന്നെ ഏതാണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തന പദ്ധതികൾ മുന്നോട്ട് നീക്കുകയും. അങ്ങയുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും വലിയൊരു പ്രതിസന്ധി കണ്ടതും അങ്ങാണ്. എന്നാൽ ഏറ്റവും സന്തോഷകരമായ ഒരു ഇപ്പോൾ ഇതിനു മുമ്പ് ആദ്യ ക്രെയിൻ വരികയും അല്ലെങ്കിൽ ആദ്യ ബർത്തിങ് നടക്കുമ്പോഴൊക്കെ അങ്ങ് മന്ത്രിയാണ്. എങ്ങനെയാണ് ഈ സമരഘട്ടത്തെ, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തെ അങ്ങ് ആ സമയത്ത് എന്തായിരുന്നു അങ്ങയുടെ ഒരു മനോഭാവം? എങ്ങനെയാണ് അതിനെ തരണം ചെയ്തത്? തീർച്ചയായും നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാകണം എന്ന ലക്ഷ്യത്തോടുകൂടി സമയബന്ധിതമായ പ്രൊജക്ടുകൾ തയ്യാറാക്കി, ഡേബേസ് കലണ്ടറുകൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ആദ്യം നമുക്ക് കല്ലുകളുടെ ക്ഷാമം അനുഭവപ്പെട്ടു, പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാകുന്ന സ്ഥിതിവിശേഷമുണ്ടാകും, പ്രകൃതി ദുരന്തങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെയും അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കൂടെ സഹായങ്ങൾ തേടേണ്ടി വന്നു. എല്ലാം പൂർത്തിയായി നമ്മൾ റെയിലിൽ കയറി എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. സമരം ശക്തമായി മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ സമരത്തോട് ഒപ്പം നിൽക്കുന്നവരെ നമുക്ക് നേരിൽ കാണാൻ കഴിയും. പക്ഷെ സമരത്തെ പിന്നിൽ നിന്ന് അതിനെ കുത്തിയ കുറെ ആളുകളുണ്ടായിരുന്നു. അവർക്ക് രാഷ്ട്രീയമായ ദുഷ്ടലാക്ക് മാത്രമാണ് അത് ഉണ്ടായിരുന്നത്. എന്നാൽ പോലും നമ്മളെ പ്രകോപിപ്പിക്കാൻ, ഗവൺമെന്റിനെ പ്രകോപിപ്പിക്കാൻ സകല ശ്രമങ്ങളും ഈ സമരസമിതിയും അതോടൊപ്പം നിൽക്കുന്ന ആളുകളും നടത്തിയെങ്കിലും ഒരു പ്രകോപനത്തിനും വിധേയമാകാതെ തികച്ചും സമന്വയത്തോടുകൂടി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകണം എന്ന ഗവൺമെന്റ് നിലപാടിനനുസരിച്ച് തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി സമാധാനപരമായി തന്നെ ആ സമരത്തെ നേരിടാൻ കഴിഞ്ഞു എന്നത് ചാരിതാർത്ഥ്യജനകം തന്നെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാണ്ട് മഹാത്മാഗാന്ധി നടത്തിയിട്ടുള്ള ഒരു വിപ്ലവത്തെ, സമാധാന വിപ്ലവത്തെക്കുറിച്ച്. അതേപോലെ തന്നെ നമുക്ക് പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു സമരത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു നമ്മളത് ചെയ്തിട്ടുള്ളത്. തികച്ചും സമചിത്തതയോടുകൂടി പെരുമാറിയതിന്റെ പേരിൽ ശക്തമായ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പേരിൽ തന്നെയാണ് ആ സമരത്തെ വിജയകരമായി ആ സമയത്തെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ വിജയകരമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളതും ഈ പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും എന്നത് യാഥാർത്ഥ്യമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങേക്കും അഭിനന്ദനങ്ങൾ. കാരണം ആ ഘട്ടം നിങ്ങൾ കണ്ടതാണ്, എത്രത്തോളം ദുഷ്കരമായിരുന്നു. അതാണ് അങ്ങ് തരണം ചെയ്തത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ സർക്കാർ തരണം ചെയ്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. അത് അഹമ്മദ് ദേവർകോവിലിന്റേതാണ്. മുൻ തുറമുഖ